ഉത്തർപ്രദേശ് യു.പിയിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റിയാണ് 4 പേർ മരിക്കാനിടയായത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം റെയിൽവേ പ്രഖ്യാപിച്ചു. ഗുരുതരമായ പരിക്കുള്ളവർക്ക് 2 ലക്ഷം രൂപയും നിസ്സാര പരിക്കുകൾ ഉള്ളവർക്ക് 1/2 ലക്ഷം രൂപയും ലഭിക്കും. ഉന്നതതല അന്വേഷണത്തിനും റെയിൽവേ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഉത്തർപ്രദേശിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇതിനു മുമ്പും യു.പിയിൽ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പാളം തെറ്റി, അതായത് 6 ബോഗികൾ പാളം തെറ്റിയുള്ള അപകടമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? സിഗ്നലിലെ തകരാറാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഉത്തർപ്രദേശിൽ ഗോണ്ടയിൽ ജിലാഹി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിലൊരു ട്രെയിൻ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ റെയിൽവേ നൽകുന്ന വിശദീകരണം അനുസരിച്ച് ട്രെയിനിന്റെ 6 ബോഗികൾ പാളത്തിൽ നിന്ന് തെന്നിമാറുകയും അത് തലകീഴായി മറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അപകടം എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ഇന്ന് 2:30 കൂടിയാണ് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് ഇത്തരത്തിൽ ഗോണ്ട ജില്ലയിൽ അപകടത്തിൽപ്പെട്ടത്. ബോഗി തലകീഴായി മറിയുകയും ആ ബോഗിക്കടിയിൽപ്പെട്ടവർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 4 പേർ മരിച്ചു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 20ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും ഒപ്പം പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കും എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം അപകടമുണ്ടായ ഉടൻ തന്നെ റെയിൽവേ പോലീസും അഗ്നിശമന വിഭാഗവും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം ഗോണ്ടയിൽ നടത്തിയിട്ടുള്ളത്. ട്രെയിനിന്റെ 6 ബോഗികൾ തലകീഴായി മറിയുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ചണ്ഡീഗഡിൽ നിന്ന് ഈ ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് പുറപ്പെട്ടത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഈ അപകടത്തിൽ 4 പേർ മരണപ്പെട്ടു. റെയിൽവേ എന്തായാലും മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൻ്റെ കാരണം എന്തെന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്.